ഗുജറാത്ത് തങ്ങളുടെ ഉറച്ച കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി കരുത്ത് കാണിക്കുകയാണ് BJP ഇപ്പോൾ ചെയ്യുന്നത്. ഗുജറാത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് BJP നേടിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അധികം തകർച്ച പറ്റിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. അതേസമയത്ത് കോൺഗ്രസ് തകർന്ന സമയത്ത് ഉയർത്തെഴുന്നേൽക്കാൻ അല്ലെങ്കിൽ പുതുതായിട്ട് ശക്തി പ്രാപിക്കാൻ ശ്രമിച്ച ആം ആദ്മി പാർട്ടിക്കും കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത വർഷമാണ് ഗുജറാത്തിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് തൊട്ടു മുമ്പാണ് ഗുജറാത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. വലിയ വിജയമാണ് BJP നേടിയിരിക്കുന്നത്. ഇപ്പോൾ 15 മുനിസിപ്പൽ കോർപ്പറേഷൻ, 84 മുനിസിപ്പാലിറ്റികൾ, 34 ജില്ലാ പഞ്ചായത്തുകൾ, 260 താലൂക്ക് പഞ്ചായത്തുകൾ എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏതാണ്ട് 4.18 കോടി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി അതിശക്തമായിട്ട് വേരോട്ടം നടത്താൻ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗുജറാത്തിൽ. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് സോരാനായാണ് ഒരു വാർഡിൽ പരാജയപ്പെട്ടത്. അദ്ദേഹം സൂററ്റ് മുനിസിപ്പാലിറ്റിയിലെ 4ാം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിന് വേണ്ടി ആം ആദ്മി പാർട്ടി നേതാക്കളായ സഞ്ജയ് സിംഗ്, മനീഷ് സിസോദിയ തുടങ്ങിയ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ വന്ന് ക്യാമ്പയിൻ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ BJP ഇപ്പോൾ തന്നെ 63 സീറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ബറൂച്ച് മുനിസിപ്പാലിറ്റിയിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJP 63 സീറ്റ് നേടിയിരിക്കുന്നു. ബറൂച്ച് മുനിസിപ്പാലിറ്റി 29 സീറ്റ് നേടിയിരിക്കുന്നു. വാപ്പി മുനിസിപ്പാലിറ്റി BJP ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ 52 സീറ്റുകളാണ് ആകെയുള്ളത്. ഇതുവരെ പ്രഖ്യാപിച്ചതിൽ 37 സീറ്റുകൾ BJP നേടി. കോൺഗ്രസിന് 11 സീറ്റാണ് കിട്ടിയത്. തൊട്ട് മുമ്പ് 1 മണിക്കൂർ മുമ്പ് നടന്ന കണക്കുകൾ പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ 428 സീറ്റ് BJP നേടിയ സമയത്ത് കോൺഗ്രസിന് 25 സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. എന്നാൽ കൂടുതൽ റിസൾട്ടുകൾ പുറത്തേക്ക് വരികയാണ്. കോൺഗ്രസ് കനത്ത തിരിച്ചടിയാണ് ഗുജറാത്തിൽ നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുമെന്നുറപ്പാണ്. രാജ്യത്തെമ്പാടുമുള്ള BJP പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന രീതിയിലാണ് ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ.